നമുക്ക് ഒരു കുറിവാക്യമായിട്ട് വായിക്കാം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്. സ്തോത്രം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ്റെ ബലിഷ്ഠമായ കരുത്തുറ്റ കരങ്ങളാൽ എഴുതിയ ലേഖനമാണ്, അല്ലെങ്കിൽ എഴുതിയ കാവ്യ പുസ്തകമാണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകം, സോങ് ഓഫ് സോങ്. പഴയ നിയമത്തിൽ കാവ്യ പുസ്തകങ്ങളായും പ്രവാചക പുസ്തകങ്ങളായിട്ടും പഞ്ചഗ്രന്ഥങ്ങളായിട്ടും 3ആയിട്ടാണ് പഴയ നിയമത്തെ തിരിച്ചു വച്ചിരിക്കുന്നത്. അതിൽ കാവ്യ പുസ്തകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പുസ്തകം ആണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകം. ആമേൻ. ഇപ്പം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് 1-2 ആലോചനകൾ സഭയോട് ബന്ധപ്പെട്ട് കൈമാറേണ്ടതിനായിട്ടാണ് ഞാൻ ഈ വചനം എടുക്കുന്നത്. പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കാം. സ്തോത്രം. പഴയ നിയമത്തിൽ ഇസ്രയേൽ ജനവും ദൈവവുമായിട്ടുള്ള ആത്മമായ ബന്ധം, ആഴമായ ബന്ധത്തെ വർണ്ണിക്കുന്നതാണ് ഉത്തമഗീതം. എന്നാൽ അത് പുതിയ നിയമത്തിൽ വെളിപ്പാടായി പരിണമിക്കുമ്പോൾ മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ സഭയുമായുള്ള ആഴമായ ദൈവികമായ ബന്ധത്തെ ആണ് പരാമർശിക്കുന്നത് ഉത്തമഗീതം. അതുകൊണ്ട് പഴയ നിയമത്തിൽ ദൈവവും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം, പുതിയ നിയമത്തിൽ ആത്മമണവാളനായ ക്രിസ്തുവും സഭയുമായുള്ള ബന്ധം, ഇത് രണ്ടും ഉത്തമഗീത പുസ്തകത്തിൽ നിന്ന് നമുക്ക് എടുത്തു പഠിക്കേണ്ടതായിട്ടുണ്ട്. 8 അധ്യായത്തിലും ക്രിസ്തു ആരാണെന്ന് അതിശക്തമായി പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 1-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ആത്മസ്നേഹിതനാണ്. അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ അബ്രാഹാമിൻ്റെ സ്നേഹിതനായിട്ടാണ് ക്രിസ്തു വെളിപ്പെടുന്നത്, അല്ലേ? പുതിയ നിയമത്തിൽ ആരാണ് നല്ല സ്നേഹിതൻ എന്ന് ഉപമ പഠിപ്പിക്കുമ്പോൾ, മുറിവേറ്റൊരുത്തൻ കിടക്കുമ്പോൾ, വഴി സൈഡിൽ കിടക്കുമ്പോൾ, ആമേൻ, പുരോഹിതനും ലേവിനും ഒക്കെ കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ ആ മുറിവിനെ കണ്ട് മുറിവ് കെട്ടി അവനെ സൗഖ്യമാക്കി ചേർത്ത് പിടിക്കുന്ന ആ ആത്മസ്നേഹിതൻ യേശുവാണ്. അപ്പം ഉത്തമഗീതങ്ങളുടെ പുസ്തകം പഠിക്കുമ്പോൾ യേശു ഒരു സ്നേഹിതനാണ്, ആത്മസ്നേഹിതനാണ്. അപ്പം ദൈവമക്കൾ ഒന്നാമത് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ ഉറ്റ സ്നേഹിതർ, ഇവിടെയുള്ള സ്നേഹിതരൊക്കെ മാറിപ്പോയാലും ആത്മമണവാളനായ ക്രിസ്തുവിൻ്റെ സ്നേഹവും സ്നേഹബന്ധവും ഒരിക്കലും അസ്തമിക്കുന്ന സ്നേഹമല്ല. സ്തോത്രം. അതാണ് 1-ാം അധ്യായത്തിൻ്റെ പ്രാധാന്യം. 2-ാം അധ്യായത്തിൻ്റെ പ്രാധാന്യം, യേശു ശാരോനിലെ ലില്ലി പുഷ്പമാണ്, താഴ്വരയിലെ താമരയാണ്. അതാണ് 2-ന്റെ 1-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത്. ഈ ലില്ലി പുഷ്പവും താമരയും തമ്മിൽ രണ്ടും വ്യത്യസ്തമാണ്. ഒന്ന് രാത്രിയിലെ ആമീൻ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് താമര, ഇല്ലേ? രാത്രിയിൽ പൂക്കുകയും രാത്രിയിൽ നിറഞ്ഞു നിൽക്കുകയും സൗരഭ്യം വിടർത്തുകയും ചെയ്യുന്നതാണ് താമര. എന്നാൽ പകല് ലില്ലി പുഷ്പം അല്ലെങ്കിൽ റോസാപ്പൂവ് പകല് ആമീൻ നിറഞ്ഞു നിൽക്കുന്ന വിടരുന്ന സസ്യമാണ് അല്ലെങ്കിൽ പുഷ്പമാണ്. ആമീൻ. അപ്പം പകലിലെ ആമീൻ സാന്നിധ്യവും രാത്രിയിലെ സാന്നിധ്യവും അത് നിറഞ്ഞു നിൽക്കുന്ന ശാരോൺ താഴ്വരയിൽ നിറഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളുടെ കേദാര ബിന്ദുവായി നിറഞ്ഞു നിൽക്കുന്ന ആത്മമണവാളനായ ക്രിസ്തുവിൻ്റെ സൗന്ദര്യ വർണ്ണനയാണ് 2-ാം അധ്യായം മുഴുവൻ. ആമേൻ. സ്തോത്രം. നമ്മുടെ കർത്താവ് ആമേൻ സൗന്ദര്യ സമ്പൂർണനാണ്. സ്തോത്രം. ആമേൻ. 10,000ങ്ങളിൽ അതിശ്രേഷ്ഠനാണ്. അവന് തുല്യമായി മറ്റ ആരുമില്ല. അത്ര സൗന്ദര്യമുള്ളവനാണ്, അല്ലേ? മണ്ണേ പ്രതി മാണിക്യം നമ്മൾ എന്ത് ചെയ്യത്തില്ല, പാട്ടുകാരൻ അങ്ങനെയാണ് പാടുന്നത്. അപ്പം 2-ാം അധ്യായം മുഴുവൻ ആമേൻ കർത്താവിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നു. സ്തോത്രം. 3-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ യേശു രാജാവാണ്, മഹത്വത്തിൻ്റെ രാജാവാണ്. ശലോമോൻ്റെ മഹത്വം വർണ്ണിക്കുന്നതാണ് 3-ാം അധ്യായമെങ്കിലും ശലോമോനേക്കാൾ ശ്രേഷ്ഠമായി മഹത്വമായി നിറഞ്ഞു നിൽക്കുന്ന കർത്താവുണ്ട്. അത് ഇടയ പെൺകൊച്ച് വർണ്ണിക്കുന്നതാണ് മഹത്വ രാജാവ്. ഇടയച്ചറക്കനെ വർണ്ണിക്കുന്നു മഹത്വം. സ്തോത്രം. ശലോമോന് പല്ലക്കുണ്ട്, ശലോമോന് ലോകത്തിലെല്ലാം ഉണ്ട്. ലോകപരമായി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ലോകസ്നേഹം, കൺമോഹം, ജഡമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് ശലോമോൻ. ആ ശലോമോനെ വർണ്ണിക്കുന്നതാണ് യെരുശലേമിലെ സൗന്ദര്യമാൻ. സ്തോത്രം. എന്നാൽ ഒരു ഇടയ പെങ്കൊച്ച് ആമേൻ ശൂന്യങ്കാരുത്തി ഇടയച്ചർക്കനെ വർണ്ണിക്കുന്നതാണ് മഹത്വ രാജാവ്, മഹത്വങ്ങളുടെ രാജാവായ ക്രിസ്തു. അത് 24-ാം സങ്കീർത്തനം അത് വർണ്ണനയോട് മഹത്വത്തിൻ്റെ രാജാവ് ആരാണെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്, ഇല്ലേ? വാതിലുകളെ നിങ്ങളുടെ തലയെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആരാ?
ആ യഹോവ തന്നെ, യുദ്ധവീരനായ യഹോവ തന്നെ. നമ്മൾ വീടിൻ്റെ ഡെഡിക്കേഷൻ സമയത്തൊക്കെ പുറത്തൊരു പാട്ടൊക്കെ പാടിയിട്ട് ഈ സങ്കീർത്തനം പാടിക്കൊണ്ടാണ് നമ്മൾ കയറുന്നത് അല്ലേ. അപ്പം നമ്മൾ കയറുന്നതിന് മുമ്പ് ആര് കയറും വീട്ടിൽ? മഹത്വത്തിൻ്റെ രാജാവ് കയറും. അങ്ങനെയാണ് ശരിക്കും നമ്മൾ വീടിൻ്റെ ഡെഡിക്കേഷനൊക്കെ നടത്തുമ്പോൾ, നമ്മളൊരു വീട്ടിലൊരു പ്രാർത്ഥന നടത്തുമ്പോൾ ആമേൻ, നമ്മുടെ സഭയാകുന്ന തോട്ടത്തിൽ ഉലാവുന്നവനാണ് നമ്മുടെ ദൈവം. ഇപ്പം ശരിക്കും പ്രാർത്ഥനകൾ നമ്മുടെ ഭവനത്തിൽ നടത്തണം. ശരിക്കും മഹത്വത്തിൻ്റെ രാജാവ് ഇതിൻ്റെ നടുവിൽ നടകൊള്ളുകയാണ്. നമ്മളത് തിരിച്ചറിയണം. 2 or 3 പേര് ഒന്നിച്ചു കൂടിയാൽ, അവൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ദൈവം ഉണ്ടെന്നാ. അപ്പോൾ മഹത്വത്തിൻ്റെ രാജാവ് ഇതിൻ്റെ നടുവിൽ നടകൊള്ളുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ് 7 പൊൻനിലവൾക്കിടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശനായ ദൈവം സഭയാകുന്ന തോട്ടത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുക. ഏദനിൽ ഉലാവിയ ദൈവം സഭയാകുന്ന തോട്ടത്തിലും നടകൊള്ളുന്നു. ഇന്ന് പകലും ഇന്ന് രാത്രിയിലും നമ്മുടെ ശുശ്രൂഷയുടെ നടുവിലൊക്കെ ദൈവം ഇറങ്ങി നിൽക്കുന്ന ആത്മസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമൊന്ന് തട്ടി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാം അധ്യായം ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ അവൻ ആത്മ മണവാളനാണ്. 3-ാം അധ്യായം മഹത്വ രാജാവാണെങ്കിൽ 4-ാം അധ്യായത്തിൽ ആത്മ മണവാളനാണ് ക്രിസ്തു. സ്തോത്രം. ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണവാളൻ, നമ്മളെ പോറ്റുന്ന, നമ്മളെ പുലർത്തുന്ന, നമുക്ക് വേണ്ടി പ്രാണനെ കൊടുക്കുന്ന, നമുക്ക് വേണ്ടി ജീവൻ തന്ന, നമുക്ക് വേണ്ടി രക്തമൂറ്റി തന്ന ആമേൻ നമ്മുടെ ആത്മ മണവാളൻ. നമ്മൾ കാത്തിരിക്കുന്നത് മുഴുവൻ ആർക്ക് വേണ്ടിയാ? ഈ ആത്മ മണവാളിന് വേണ്ടിയാ അല്ലേ. ആ ആത്മമണവാളനെയാണ് 4-ാം അധ്യായത്തിൽ ശൂന്യകാരത്തി വിവരിക്കുന്നത്, അല്ലെങ്കിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ വിവരിക്കുന്നത്. സ്തോത്രം. നമുക്കൊരു ആത്മ മണവാളനുണ്ട്. കർത്താവിന് വിവിധ നിഴലുകളുണ്ട് കേട്ടോ. അവൻ നല്ല യജമാനനാണ്. ആമേൻ. അവൻ നല്ല ഇടയനാണ്. അവൻ നല്ല കർത്താവാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഒരു മർമ്മം പോലെ പറയുകയാണ്, അവൻ നല്ലൊരു മണവാളനാണ്. സ്തോത്രം. മണവാട്ടിയായി നമ്മൾ ഒരുങ്ങിയിരിക്കുമ്പോൾ നമ്മളെ ചേർക്കാൻ വരുന്ന നല്ലൊരു മണവാളൻ. അതാണ് 4-ാം അധ്യായം. 5-ാം അധ്യായം പഠിപ്പിക്കുന്നത് ക്രിസ്തു ആരാണെന്ന് വെച്ചാൽ അവൻ അതിശ്രേഷ്ഠനാണെന്നാണ് പഠിപ്പിക്കുന്നത്. ആരിലും ശ്രേഷ്ഠൻ ആമേൻ യേശുവാണ്. സ്തോത്രം. അപ്പം ശലോമോൻ ഒത്തിരി പേരെ വർണ്ണിക്കുന്നുണ്ട്. ശൂന്യകാരത്തിയും ഈ പുസ്തകങ്ങൾക്കകത്ത് നമ്മൾ പഠിച്ച ഉത്തമഗീതം പഠിച്ചാൽ ഒത്തിരി കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവരെയൊക്കെ വെച്ച് നിരത്തി നോക്കിയാൽ അവരിലേക്കാൾ എല്ലാം ശ്രേഷ്ഠനാണ് ആര്? ക്രിസ്തു. അത് എബ്രായ ലേഖനത്തിലും അങ്ങനെയാണ് പറയുന്നത്. അവൻ ദൂതന്മാരെക്കാൾ, യാഗത്തേക്കാൾ, യാഗപീഠത്തേക്കാൾ, പിന്നെ ആമേൻ മോശയേക്കാൾ, പിന്നെ പുരോഹിതനേക്കാൾ, മൽക്കീസദേക്കിനേക്കാൾ, അങ്ങനെ കുറേ പേര് നിർത്തിയിട്ട് പറയാം അവരെക്കാൾ എല്ലാം ശ്രേഷ്ഠൻ യേശുവാണ്. സ്തോത്രം. അവൻ അതിശ്രേഷ്ഠനത്രേ. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ആരാണെന്ന് വെച്ചാൽ അവൻ അജപാലകനാണെന്നാണ് പഠിപ്പിക്കുന്നത്. അജപാലകൻ എന്ന് പറഞ്ഞാൽ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, വലിയ ഇടയൻ, അജപാലകൻ, തനിക്കുള്ള ആടുകളെ പരിപാലിക്കുന്ന ഇടയച്ചെറുക്കൻ. അതാണ് 6-ാം അധ്യായത്തിലെ കഥാപാത്രം. 7-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ആമേൻ യേശു ആരിലും ആരാധ്യൻ. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഉത്തമഗീതം. യേശു ആരിലും ആരാധ്യനാണ്. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. നമ്മളിവിടെയൊക്കെ സ്തോത്രം ചെയ്യുന്ന ആരെയാണ് നമ്മൾ ആരാധിക്കുന്നത്? നമുക്കല്ലാതെ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ സിനിമ, സീരിയൽ നടിമാരെ അല്ല നമ്മൾ ആരാധിക്കും. അവർക്കൊക്കെ കുറേ എന്തുണ്ട്, അനുയായികളുണ്ട്. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവൻ ഒറ്റ ആരാധ്യ പുരുഷനേ ഉള്ളൂ. അത് ക്രിസ്തുവാണ്. സ്തോത്രം. ആമേ. മൂറും കുന്തിരിക്കവും ഇതുമായിട്ട്, മൂറും കുന്തിരിക്കവും പൊന്നുമായിട്ട് ആമേൻ ആര് വരുവാ? സ്തോത്രം. വിദ്വാൻമാർ അവനെ കാണാൻ വേണ്ടി വരുമ്പോൾ അവിടെ മറിയുണ്ട്, യോസഫുണ്ട്, അവരെല്ലാം ഉണ്ടെങ്കിൽ അവരെ വീണ് നമസ്കരിച്ചെന്നല്ല, അവനെ വീണ് ആരാധിച്ചു. അവനെ വീണ്. അപ്പം അന്നും ഇന്നും എക്കാലത്തും നാളെയും സ്വർഗത്തിൽ ചെന്നാലും നമ്മുടെ ആരാധന പുരുഷൻ ക്രിസ്തു മാത്രമാണ്. സ്തോത്രം. ഹൃദയത്തിൽ നന്ദി കൊണ്ട് നിറഞ്ഞ് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം എല്ലാം ആരാധനയാണ് കേട്ടോ. നമ്മൾ കൈയടിക്കുന്ന മാത്രമല്ല ആരാധന, നമ്മുടെ ഹൃദയത്തിന് കാണിക്കുന്ന നന്ദി പ്രകടനം എല്ലാം ആരാധനയാണ്. അത് ആരാധനയിൽ ഒരു കുറവും വരുത്തരുത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ നമ്മൾ കോട്ടേജ് മീറ്റിങ്ങിന് ആ സബ്ജക്റ്റ് കുറേ എടുത്തു, ആരാധനയെക്കുറിച്ച് ഇല്ലേ.
എങ്ങനെ ആരാധിക്കണമെന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് എടുത്തു. ഇനി 8-ാം അധ്യായമാണ് അവൻ ആരിലും പ്രേമകാന്തനാണെന്ന് പഠിപ്പിക്കുന്ന 8-ാം അധ്യായം. സ്തോത്രം. കാമുകൻ, ആമേൻ. കാമുകിയോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവെന്ന് ബൈബിളിൽ വാക്യമുണ്ട്. പക്ഷേ നമുക്കൊരു കാമുകനുണ്ട്. ആ കാമുകൻ ക്രിസ്തുവാണെന്ന് പഠിപ്പിക്കുന്ന, അവൻ്റെ പ്രേമം ശ്രേഷ്ഠമാണെന്ന് പഠിപ്പിക്കുന്ന, അത് മറ്റെന്തിനേക്കാളും ബലമേറിയത് കാഠിന്യമുള്ള പ്രേമമാണെന്ന് പഠിപ്പിക്കുന്നതാണ് 8-ാം അധ്യായം. അതുകൊണ്ട് കുഞ്ഞുങ്ങളും വലിയവരും കേൾക്കുക, നമ്മൾ ഒരാളെ പ്രേമിക്കാവുള്ളൂ, അത് ക്രിസ്തുവിനെ മാത്രമായിരിക്കണം, നമ്മുടെ മണവാളൻ. അത് 8-ാം അധ്യായത്തിലാണ്. വേറെ നമുക്ക് വേറെ ആരുമില്ല, ക്രിസ്തു ആയിരിക്കണം നമ്മുടെ പ്രേമഭാചനം. സ്തോത്രം. ഇതിൻ്റെ ഉള്ളിൽ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സഭയുടെ പ്രത്യേകത പറയുകയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെ പ്രത്യേകത, ആ സഭയുടെ പ്രത്യേകതയാണ് നമ്മൾ വായിച്ച വാക്യം. ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചാട്ട്. സ്തോത്രം. 4:12 വാക്യം. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവയും മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറും. 3 ഭാര്യമാണ് അവിടെ പറയുന്നത്. ഒന്ന്, ആമേൻ, അടച്ചിരിക്കുന്ന ഒരു തോട്ടം അല്ലെങ്കിൽ ഉദ്യാനം. ആമേൻ. ദൈവത്തിൻ്റെ തോട്ടമാണ് സഭ, ദൈവത്തിൻ്റെ നീരുറവയാണ് സഭ, ദൈവം മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറാണ് സഭ. മനസ്സിലാകുന്നുണ്ടോ? ഇത് ദൈവത്തിൻ്റെ വകയാണ് സഭ. നമ്മൾ കൂടി വരുമ്പോൾ കുറച്ചു പേരായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളെങ്കിലും ഇത് ദൈവം രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ തോട്ടമാണ് സഭ എന്ന കാര്യം മറക്കരുത്. എല്ലാ കാലത്തും സഭയെ തൊട്ടവരൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ട്. സഭ ദൈവത്തിൻ്റെയാണ്, ഒരു പാസ്റ്ററുടെ അല്ല, ഏതെങ്കിലും വ്യക്തികളുടെയോ സമ്പന്നന്മാരുടെയോ അല്ല സഭ. സഭ ദൈവത്തിൻ്റെയാണ്, ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ല സഭ. സഭ ദൈവത്തിൻ്റെയാണെന്ന് മറക്കരുത്. അതിൽ 1-ാമത്തെ ചിന്ത, സഭ കെട്ടി അടച്ച തോട്ടം. സ്തോത്രം. എന്തിനായി കെട്ടി അടച്ച തോട്ടം? ലോകത്തിൽ പലവിധമായ പ്രസ്ഥാനങ്ങളും പലതും കാണാം. പക്ഷേ അതിൽ നിന്നും എല്ലാ കാലത്തും വേർപെട്ട് കെട്ടി അടച്ച് ദൈവം സൂക്ഷിച്ചേക്കുവാണ് ഒരു തോട്ടമായിട്ട്. ഏത് തോട്ടമാ? മുന്തിരിത്തോട്ടമായിട്ട്, അല്ലേ? തോട്ടം ഏത് തോട്ടമാ? മുന്തിരിത്തോട്ടമാ. സഭ എന്തിനോടാ ഉപമിച്ചേക്കുന്നത്? മുന്തിരി തോട്ടമായിട്ടാണ് കർത്താവ് ഉപയോഗിച്ചത്. കെട്ടി അടച്ച് തോട്ടമാണ്. ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു കാട്ടുജന്തുവും കയറാതെ സൂക്ഷിക്കാൻ തോട്ടത്തിലെ ദൈവമക്കൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ശ്രദ്ധിച്ചോണം. കാട്ടിലെ ഒരു ഐറ്റവും തോട്ടത്തിൽ കയറരുത്. ഏറ്റവും ശ്രേഷ്ഠമായി ഈ തോട്ടത്തിൽ ഫലം കായ്ച്ച്, ഈ തോട്ടത്തിലെ നന്മകൾ അനുഭവിച്ച്, ഈ തോട്ടത്തിലെ വിടുതലുകൾ അനുഭവിച്ച്, ദൈവം നമ്മളെ നട്ടതാണെന്ന ബോധ്യത്തോടെ ഈ തോട്ടത്തിൽ ദൈവം തന്ന നന്മകളെ അനുഭവിച്ച് ജീവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കാം. കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കാട്ടെ. ഇന്നലെ കയറി വന്ന കാറ്റിനോ ഇന്നലെ പെയ്ത മഴയ്ക്കോ മുളച്ചു വന്നതല്ല നമ്മളെ ദൈവം വലിയ പാരമ്പര്യ കെട്ടുകൾക്കകത്ത് നിന്നും വിടുവിച്ച് ആമേൻ സഭയാകുന്ന തോട്ടത്തിൽ കൊണ്ടുവന്ന് നട്ടു. ഇവിടെ നമുക്ക് തരുന്ന ഉറവയും ഇവിടെ നമുക്ക് തരുന്ന വെള്ളവും ഇവിടെ തരുന്നതെല്ലാം ദൈവം തരുന്നതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വചനങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന ആത്മീയ സന്തോഷങ്ങൾ, ഇടപെടലുകൾ, കൃപാവരങ്ങൾ എല്ലാം നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. സ്തോത്രം. തോട്ടം സൂക്ഷിച്ചോണം. ഏദൻ തോട്ടം സൂക്ഷിക്കാത്തത് കൊണ്ടാണ് കാട്ടുജന്തുവായ പാമ്പ് തോട്ടത്തിൽ കയറി അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. പാമ്പിനെ അനുവദിക്കാതെ എപ്പോഴും തോട്ടം സൂക്ഷിക്കുന്ന അനുഭവം നമുക്കുണ്ടാകട്ടെ. സ്തോത്രം. ഞാൻ അതിൽ നിന്ന് 1-2 ചിന്ത പറയാം. എങ്ങനെയാണ് ദൈവം നമ്മളെ സൂക്ഷിക്കുന്നതെന്ന് നമ്മൾ അറിയണം. വായിച്ച യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. എങ്ങനെയാ ദൈവം ആ തോട്ടത്തെ പരിപാലിക്കുന്നതെന്ന് അറിയാം. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ട് പാടും. ഈ തോട്ടം ആക്കി വെച്ചിരിക്കുന്ന ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്റെ മുകളിലാണ്. സ്തോത്രം. പിന്നെ ദൈവം ആ തോട്ടത്തെ ഓപ്പൺ ആക്കിയിട്ടേക്കുമല്ല, അതിനെ ദൈവമാണ് വേലി കെട്ടിയേക്കുന്നത്. നിങ്ങൾക്കറിയാവോ സഭയെ വേലി കെട്ടി സൂക്ഷിക്കുന്നത് ആരാ? ദൈവമാണ്. അവിടെ നിർത്തണേ, 1-2 കാര്യം പറയാനുണ്ട്. ഫലവത്തായ കുന്നിൻ്റെ മുകളിൽ ഫലവത്തായ ഒരു തോട്ടം, മനസ്സിലാകുന്നുണ്ടോ? അതിനെ ദൈവം വേലി കെട്ടിയേക്കുക. സഭയാകുന്ന തോട്ടത്തെ വേലി കെട്ടിയേക്കുക. 7 വിധത്തിൽ വേലി കെട്ടിയിട്ടുണ്ട്. ഇയ്യോബിനും
യോബിന് ചുറ്റിനും ദൈവം വേലി കെട്ടിയെന്ന ബൈബിൾ പറയുന്നത്. ഒരു ശത്രു ദൃഷ്ടി പോലും വെക്കാത്ത വിധത്തിൽ ദൈവ സഭയെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. 2, ഓരോ മക്കളെയും ദൈവം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? പക്ഷി ചുറ്റി പറക്കുന്നത് പോലെ നമ്മളെ ചുറ്റി പരിപാലിച്ച് സൂക്ഷിക്കുന്നവരാണ് ദൈവം. 3, ബൈബിൾ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? തീ മതിലായി ദൈവം നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അശുദ്ധൻ പോലും കടക്കാതെ ദൈവസഭയ്ക്ക് ചുറ്റിനും തീ മതിൽ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ 4 പറയുന്നത് ആരും പോക്കുവരുത്ത് ചെയ്യാതെ വണ്ണം ഒരു പട്ടാളമായി ഇറങ്ങി നമ്മളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്തോ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ദൈവം അനുവദിക്കാതെ ഒരു അശുദ്ധന് സഭയിൽ കടക്കത്തില്ല കേട്ടോ. തോട്ടം സൂക്ഷിക്കുന്നവൻ ദൈവമാണ്. വേലികെട്ടി സൂക്ഷിക്കുന്നവൻ, അവൻ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു, സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കാലത്തും ദൈവം തൻ്റെ സഭയെ ദൈവമക്കളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. കാരണം നാം അവൻ്റെ വകയാണെന്ന് തിരിച്ചറിയാം. ഫലവത്തായ കുന്നിന്മേൽ അവൻ എന്ത് ചെയ്തു? വേലി കെട്ടി സൂക്ഷിച്ചേക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കല്ലുകളെല്ലാം പറക്കി. അത് യൂദയുടെ ലേഖനമായി നമ്മൾ പഠിക്കണം. സദ്യകളിൽ മറഞ്ഞിരിക്കുന്ന കല്ലുകൾ, അല്ലേ? സദ്യകളിൽ മറഞ്ഞിരിക്കുന്ന കല്ലുകൾ ദുരുപദേശങ്ങളാണ്. അതിനെ എല്ലാം ദൈവം പെറുക്കി കളഞ്ഞ് ദൈവം സൂക്ഷിച്ചു. പിന്നെ നല്ല വക മുന്തിരിവള്ളി നട്ടു, അല്ലേ? നല്ല വക മുന്തിരി നട്ടു, ചക്കും പിടിപ്പിച്ചു, ഗോപുരം പണിതു. എല്ലാ രീതിയിലും ആ തോട്ടത്തിന് വേണ്ടതെല്ലാം ദൈവം ക്രമീകരിച്ചു. ദൈവമക്കളെ, സഭ ദൈവത്തിൻ്റെ തോട്ടമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ, നല്ല ഫലം കായ്ക്കുക, നല്ല സ്വഭാവമുള്ളവരാകുക. അതൊറ്റ കാര്യമേ ദൈവത്തിന് ആഗ്രഹമുള്ളൂ. അവൻ്റെ മണവാട്ടിയുടെ ക്വാളിറ്റി പുറത്തു വരണം. മനസ്സിലാകുന്നുണ്ടോ? നല്ല ഫലം കായ്ച്ചില്ലെങ്കിൽ കായ്ക്കാൻ അവൻ ചെത്തും. നല്ല ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ദൈവം എന്തു ചെയ്യും? 1 വർഷവും കൂടെ ദൈവം നോക്കും. വൃക്ഷത്തിൻ്റെ ചോട്ടിൽ കോടാലി വെച്ച് കാത്തിരിക്കും. 1 വർഷം കൊണ്ട് ദൈവം അനുവദിച്ചേക്കാം. നമുക്ക് അവസരം തന്നിട്ട് നമ്മൾ മാനസാന്തരപ്പെട്ട് നല്ല ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ വെട്ടിക്കളയാൻ സാധ്യതയുണ്ട്. പക്ഷേ കളയാതിരിപ്പാൻ ദൈവസന്നിധി പറ, കർത്താവേ, എനിക്ക് വേണ്ട വെള്ളം തരണമേ, എനിക്ക് വേണ്ട ഉറവ തരണമേ, എനിക്ക് വേണ്ട വളം തരണമേ, എനിക്ക് വേണ്ട വചനം തരണമേ, എന്റെ മാനസാന്തരത്തിന് വേണ്ടതല്ലോ എന്നിൽ പകർന്നു തരണമേ. അല്പ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എല്ലായ്പ്പോഴും ദൈവമക്കൾ, നിങ്ങൾക്ക് ആത്മീയ അഭിവൃദ്ധി എന്താണോ വേണ്ടത്, ആത്മീയ നിലനിൽപ്പിന് എന്താണോ വേണ്ടത്, അത് ഈ മണവാളിനോട് ചോദിക്ക്, അത് ദൈവം തന്നിരിക്കും. സ്തോത്രം. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ ആത്മീയത കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അത് ദൈവം തന്നിരിക്കും. ഓക്കെ, അത് മണവാളൻ്റെ ഉത്തരവാദിത്വം. കൃപയിൽ നിലനിൽക്കാൻ. നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ട് നിങ്ങൾ കൃപയിൽ നിന്ന് പോവുകയാണെങ്കിൽ ദൈവം എന്ത് തരത്തില്ല? സമ്പത്ത് തരത്തില്ല. സമ്പത്ത് തന്നിട്ടും കൃപ കളയാതെ നിൽക്കുന്നവർക്ക് ദൈവം നന്മ തന്നിരിക്കും. സ്തോത്രം. ഇനി നിങ്ങൾ ആത്മീയത്തിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് കഷ്ടതയാണോ വലുതെങ്കിൽ ദൈവം കഷ്ടത തരും. ചിലർ കഷ്ടതയിൽ കൃപ കളയത്തില്ല, കൂടുതൽ പ്രാർത്ഥിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കഷ്ടതയാണ് നിങ്ങൾക്ക് വേണ്ടത്, കൃപയിൽ നിലനിൽക്കാൻ വേണ്ടതെങ്കിൽ ദൈവം കഷ്ടത തരും. എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? നിങ്ങൾ കൃപയിൽ നിലനിൽക്കണം, ആത്മീയത കളയാതിരിപ്പാൻ. സ്തോത്രം. അതുകൊണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ പഠിച്ചാലേ, വിശ്വാസ വീരന്മാരുടെ പട്ടിക എടുത്ത് പഠിക്കുമ്പോൾ കുറേ പേര് സമ്പന്നതയിലൂടെ കടന്നുപോയി. രാജാവായും ഉന്നത പൊസിഷനിലൂടെ കടന്നുപോയി. ദാനിയേലും ദാവീദും ഒക്കെ ഉന്നത പൊസിഷനിലൂടെ പോയവരാ. ആ ഉന്നത പൊസിഷനിൽ പോയി. അബ്രഹാം ഉന്നത പൊസിഷനിലൂടെ പോയവരാ. അവരൊക്കെ ഉന്നത പൊസിഷനിലൂടെ പോയപ്പോൾ അവരുടെ ആത്മീയത എന്ത് ചെയ്തില്ല? കളഞ്ഞിട്ടില്ല. ആത്മീയത കളഞ്ഞോ? ഇല്ല. അവരുടെ വിശ്വാസം കൂടിയതേ ഉള്ളൂ. സ്തോത്രം. സമ്പത്തുള്ളപ്പം. എന്നാൽ കുറേ പേരെ ഈർച്ചവാളിലൂടെ കടത്തിവിട്ടു, കുറേ പേരെ കഷ്ടതയിലൂടെ കടത്തിവിട്ടു, കുറേ പേരെ ഞെരുക്കത്തിലൂടെ കടത്തിവിട്ടു. അപ്പോഴും അവരെന്ത് ചെയ്തില്ല? അപ്പം ദൈവം എപ്പോഴും ആ നിലയിൽ കടത്തിവിടുമെന്ന് ഓർത്തോണം. ഒന്ന്, നന്മ തന്നാൽ നീ ആത്മീയത കളയത്തില്ലെങ്കിൽ നന്മ തരും. 2, നിനക്ക് കഷ്ടതയാണെങ്കിലും നീ ആത്മീയത കളയത്തില്ലെങ്കിൽ ദൈവം നിനക്ക് കഷ്ടത തരും. സ്തോത്രം. ചിലർ സമ്പത്ത് കിട്ടുമ്പോൾ ആത്മീയത കളഞ്ഞവരെ എനിക്കറിയാം. ഇപ്പം ദൈവവും വേണ്ട, ദേവനും വേണ്ട, ഒന്നും വേണ്ട, പ്രാർത്ഥനയ്ക്കും വരത്തില്ല, അടിച്ചു പൊളിക്കുക. സ്തോത്രം. അപ്പോൾ നീ കൃപയിൽ നിലനിൽക്കുന്നില്ലെന്ന് അറിഞ്ഞാൽ നിനക്കിനി സമ്പത്ത് തരത്തില്ല. ദൈവം നിന്നെ കഷ്ടതയിലൂടെ കടത്തി.
മനസ്സിലാകുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നത് ഫലം കായ്ക്കുക, ഫലം കായ്ക്കുക, നല്ല ഫലം കായ്ക്കുക, അധിക ഫലം കായ്ക്കാൻ അവൻ ചെത്തിവെടുപ്പാക്കിയിരിക്കും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. നാം ദൈവത്തിന്റെ തോട്ടമാണ്. 2 ആമേൻ അവിടെ കറക്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ്, കെട്ടി അടച്ച ഒരു നീരുറവ. കെട്ടി അടച്ച നീരുറവ. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് പഞ്ചായത്ത് കിണറും വീട്ടിലെ കിണറും രണ്ടും എടുത്ത് പഠിക്കണം. പഞ്ചായത്ത് കിണർ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. എന്താ കാരണം? എല്ലാവർക്കും വരാം, എല്ലാവർക്കും കോരാം. അവിടെ ആരും ചോദ്യം ചെയ്യാനോ പിടിക്കാനോ ഒന്നുമില്ല, ആർക്കും കോരാം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ വഴി സൈഡിൽ കൂടെ എന്തുണ്ടായിരുന്നു? ടാപ്പും വെള്ളവും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പേ ഒരു സംഭവം ഉണ്ടായിരുന്നു, കുഴൽ കിണറില്ലേ? അത് 3-4 അടി അടിച്ചു കഴിഞ്ഞാൽ വെള്ളം അടിയിൽ നിന്ന് വീഴും. സ്തോത്രം. അതെല്ലാം ജംഗ്ഷനിൽ കൂടെ ഉണ്ടായിരുന്നു പണ്ട്. സ്തോത്രം. അതെല്ലാവർക്കും ഉപയോഗിക്കാം. പക്ഷേ കെട്ടി അടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് എന്തുണ്ട്? ഒരു ഉടമസ്ഥനുണ്ടെന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഉറവയ്ക്ക് എന്തുണ്ട്? ഒരു ഉടമസ്ഥനുണ്ട്. ഒരു അഴുക്ക് വെള്ളവും ഇതിൻ്റെ അകത്ത് കയറാതെ ഇതിനെ കെട്ടി അടച്ചു വെച്ച ഒരു ഉറവയാക്കി ദൈവം മാറ്റി വെച്ചിരിക്കുക സഭ. സ്തോത്രം. സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ തോട്ടത്തിലൊരു ഉറവയുണ്ടെന്നുള്ളതാണ്. ആമേൻ. ഏദനിൽ എന്തുണ്ടായിരുന്നു? ഒരു ഉറവയുണ്ടായിരുന്നു. ആ ഉറവ പുറപ്പെടുമ്പോൾ ആ തോട്ടം മുഴുവൻ നനയപ്പെടും. പരിശുദ്ധാത്മാവിന് നിഴലായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ സഭ ഒരു ഉറവയാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഇതിൻ്റെ ഉള്ളിൽ യാതൊരു അഴക്കും വരാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഒരു മഴ പെയ്യുമ്പോൾ കുത്തി ഒഴിച്ചു വരുന്ന ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് വെളിപ്പെട്ട് വരാതെ, ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ, മാലിന്യം പറ്റാതെ കെട്ടി അടച്ചു വെച്ചിരിക്കുന്ന ഒരു നല്ല ഉറവയാണ് ദൈവത്തിന്റെ സഭ. ഹല്ലേലൂയ. തീർന്നില്ല. ഇത് മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറും കൂടിയാണ്. മുദ്രയിടുക എന്ന് പറഞ്ഞാൽ ഉടമസ്ഥന്റെ മുദ്ര. നമ്മുടെയൊക്കെ നെറ്റിമേൽ മുദ്രയുണ്ടെന്ന. പഴയ നിയമ വിശുദ്ധന്മാർക്കും മുദ്രയിട്ടിട്ടുണ്ട്, പുതിയ നിയമ വിശുദ്ധന്മാർക്കും മുദ്രയിട്ടിട്ടുണ്ട്. എല്ലാ കാലത്തും തന്റെ ഭക്തന്മാരെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? മുദ്രയിട്ടിട്ടുണ്ട്. വായിച്ചേ എഹെസ്കേൽ പ്രവചന പുസ്തകം 9:4 വാക്യം. എഹെസ്കേൽ പ്രവചന പുസ്തകം 9:4 വാക്യം. അവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ യെരൂശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുക. അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതയും നിമിത്തം നെടുവീർപ്പിട്ട് കരയുക. പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക. പുരുഷന്മാരുടെ നെറ്റികളിലൊക്കെ ഓരോ അടയാളം ഇടുക. താഴ്ത്തു വായിച്ചു. നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവീൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, കരുണ കാണിക്കുകയും അരുത്. കൊന്നുകളയുവീൻ. എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തൊടരുത്. നിങ്ങൾക്ക് മുദ്രയുണ്ടോ? ന്യായവിധിയുടെ വാൾ നിന്റെ കൂടാരത്തിൽ വരാതെ മുദ്രയിട്ടവനെ സൂക്ഷിച്ച് പരിപാലിക്കുന്നവനാണ് ദൈവം. നാം അവിടെ കിണറാണ്, ഉറവയാണ്. നമ്മളെ മുദ്രയിട്ട് വെച്ചിരിക്കുകയാണ് കർത്താവ്. മുദ്രയിട്ടവനെ, അടയാളമുള്ളവനെ തൊടരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ദൈവത്തെ എത്രയോ ന്യായവിധികൾ ദേശത്ത് കൂടെ കടന്നുപോയി. സംഹാര ദൂതൻ കടന്നുപോയി. കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും ഒക്കെ രക്തം പുരട്ടിയെടുത്തെന്ന് സംഹാരകൻ വഴിമാറിപ്പോയെന്ന എത്രയോ കുടുംബങ്ങളിൽ കരിങ്കൊടി കെട്ടി അകാലത്തിൽ പലതും പൊഴിഞ്ഞു പോകുമ്പോൾ ഇന്ന് നീ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ കരുണയല്ല കേട്ടോ, അവന്റെ മുദ്ര നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ടാണ്. അവൻ സൂക്ഷിക്കുന്ന ദൈവമാണ്. കരം തട്ടി ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. സ്തോത്രം. എല്ലാ കാലത്തും മുദ്രയിട്ടിട്ടുണ്ട്. ബൈബിൾ പറയുന്നത് പുതിയ നിയമത്തിൽ എഫെസ്യ ലേഖനം 4:30. അമ്മയൊന്ന് വായിച്ചാട്ടെ. എഫെസ്യ ലേഖനം 4:30 വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അവനാലല്ലോ നിങ്ങളുടെ വീണ്ടെടുപ്പ് നാളിനായി നിങ്ങൾ എന്ത് ചെയ്തേക്കുക? മുദ്രയിട്ടിരിക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് കേട്ടോ. അനന്യാസ് സഫീറയൊക്കെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചവരാണ്, വ്യാജം കാണിച്ചവരാണ്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാതിരിക്കുക. കാരണം അവനെ ദുഃഖിപ്പിച്ചാൽ ചിലപ്പോൾ ദുഃഖത്തോടെ, ഞെരുക്കത്തോടെ നമ്മളിൽ നിന്നും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മാവുമായി നല്ല ബന്ധത്തിൽ നിൽക്കുക. വീണ്ടെടുപ്പിൻ്റെ നാളിനായി
നമ്മളെ മുദ്രയിട്ട് ദൈവം സൂക്ഷിച്ചേക്കുവാണ്. സ്തോത്രം. ആമേൻ. പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം ഓരോ സെക്കൻഡും. ഈ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ അങ്ങനെയാണ്. ആത്മാവുമായുള്ള ബന്ധത്തിൽ വർദ്ധിച്ചു വരിക. വീണ്ടെടുപ്പിൻ്റെ നാളിനായി അവൻ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. പിന്നെ കാണുന്നത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലാണ്. അവിടെയും പറയുന്നത് മുദ്രയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി സ്ഥലത്ത് തൻ്റെ ഭക്തന്മാരെ മുദ്രയിട്ടിട്ടുണ്ട്. ബാലിന് മുട്ടുമടക്കാത്ത ആമേൻ 7000 പേരെ ദൈവം ശേഷിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ നാം ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് മുദ്രയിട്ട കിണറാണ്. എല്ലാവർക്കും തുറക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. സഭ ദൈവത്തിൻ്റെ വകയാണ്. സ്തോത്രം. അപ്പൊ ഇത്രയും തിരിച്ചറിയാം. നാം അവൻ്റെ തോട്ടമാണ്, നാം അവൻ്റെ കിണറാണ്, നാം അവൻ്റെ നീരുറവയാണ്. സ്തോത്രം. ഇത് മൂന്നുമാണ് തോട്ടത്തിൻ്റെ. പക്ഷെ ഈ തോട്ടം നേരിടുന്ന വലിയ വെല്ലുവിളി എന്താണെന്നറിയാവോ? തോട്ടം നേരിടുന്ന വെല്ലുവിളി 2-ാം അധ്യായം 15-ാം വാക്യം വായിക്ക്. ഈ തോട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ തിരിച്ചറിയാൻ. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കുകയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. സ്തോത്രം. തോട്ടം ഉണ്ടെന്നുള്ളത് സത്യമാ, തോട്ടത്തിന് മുദ്രയുണ്ടെന്നുള്ളത് സത്യമാ, ആമേ തോട്ടത്തെ കെട്ടി സൂക്ഷിച്ചെന്നുള്ളത് സത്യമാ. പക്ഷേ തോട്ടം പൂത്ത് കഴിയുമ്പോൾ ആ തോട്ടത്തെ നശിപ്പിക്കാൻ ആമേ ആരും അറിയാതെ നുഴഞ്ഞു വരുന്ന ചില ചെറു കുറുക്കന്മാരെ ആമേ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ ജയമെടുക്കുക. അതിനെക്കുറിച്ച് ആമേ ശരിക്കും പഠിച്ചാൽ, ചരിത്രം പഠിച്ചാൽ, കുറുക്കന്മാരുണ്ട്, ചെറു കുറുക്കന്മാരുണ്ട്. കുറുക്കന്മാർ വലിയതിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പക്ഷെ ചെറു കുറുക്കന്മാരെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അത് വലിയ സൂത്രശാലി. കുറുക്കൻ തന്നെ എന്താ സൂത്രശാലിയാണ്. പണ്ട് കുഞ്ഞുങ്ങളെ നമ്മളൊരു ചെറിയ കഥ പഠിപ്പിക്കാറില്ലേ? എന്താ കഥ പഠിപ്പിക്കാറുള്ളത്? കുറുക്കനും കാക്കയും ഇല്ലേ? കാക്കയുടെ വായിലിരിക്കുന്ന നെയ്യപ്പം ആമേൻ തട്ടിപ്പറിക്കുക. കുറുക്കൻ താഴെ നിന്നൊരു പാട്ട് പാടാവോ എന്ന് ചോദിക്കുമ്പോൾ ആമേ പാട്ട് പാടാൻ അറിയാതെ വാ തുറന്നപ്പം നെയ്യപ്പം എവിടെ വന്നു? അപ്പം അങ്ങനെയൊക്കെ പഠിപ്പിക്കാറുള്ളതുണ്ട്. കുറുക്കൻ അന്നും ഇന്നും സൂത്രശാലിയാണ്. അപ്പം സഭ എപ്പോഴും തിരിച്ചറിഞ്ഞോണം, സഭ എപ്പോഴും തിരിച്ചറിഞ്ഞോണം. കുറുക്കന്മാരുണ്ട്, ചെറു കുറുക്കന്മാരുണ്ട്. എന്തിനാ വരുന്നത്? മുന്തിരിത്തോട്ടം പൂത്തിരിക്കുന്നു. അതുകൊണ്ട് അത് നശിപ്പിക്കാൻ, ആ പൂത്തിരിക്കുന്ന ഫലം പുറപ്പെടുവിക്കാതെ, പൂത്ത് കഴിഞ്ഞാൽ അടുത്ത എന്താ വരുന്നത്? ഫലമാണ് വരുന്നത്. ആ ഫലം പുറപ്പെടുവിക്കാതിരിപ്പാൻ ഒരു വിടുതലോട് അടുക്കുമ്പോൾ, വക്കോളം എത്തുമ്പോൾ അതിനെ നശിപ്പിക്കാൻ പതിയിരിക്കുന്ന ചില കുറുക്കന്മാരുടെ വെല്ലുവിളികളെ ദൈവമക്കൾ തിരിച്ചറിഞ്ഞ് അതിനെ ജയമെടുക്ക. വലിയ കുറുക്കന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? തോട്ടത്തിൽ എന്തെങ്കിലും ചാടി നശിപ്പിച്ചിട്ട് അത് കടന്നു പോകും. പക്ഷേ ചെറു കുറുക്കന്മാർ അങ്ങനെയല്ല. അത് മാളം ഉണ്ടാക്കി പതിയിരിക്കുവാന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാക്കും? മാളം ഉണ്ടാക്കും. അത് സമയമാകുമ്പോൾ പുറത്തു വരും, പുറമേ നോക്കിയാൽ കാണത്തില്ല. ഏത് മാളത്തിലും അത് പതുങ്ങിയിരിക്കാൻ കഴിവുള്ളതാണ് ചെറു കുറുക്കന്മാർ. സ്തോത്രം. അപ്പം ആ ചെറു കുറുക്കന്മാരെ പുകച്ച് ചാടിക്കുന്നത് ഉപവാസ പ്രാർത്ഥന. ആമേ സഭയെ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ പുകച്ച് ചാടിക്കുന്നതാണ് ശരിക്കും ഉപവാസ പ്രാർത്ഥന. നമ്മൾ ശരിക്കും പഠിച്ചാൽ നമ്മളെ നശിപ്പിക്കുന്ന എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഏതാ? നമ്മളെ നശിപ്പിക്കുന്ന എന്തൊക്കെയാ? ഒന്ന് നമ്മളെ നശിപ്പിക്കുന്നത് മൊബൈലോ റീൽസ് കാണുക, ആമേ നമ്മുടെ സമയങ്ങൾ കളയുക. സ്തോത്രം. 2 ആമേ എന്താ മോനെ? ഇൻസ്റ്റാഗ്രാം. ഓക്കെ, അതെല്ലാം മൊബൈലിനുള്ളിൽ പെടുന്നതാണല്ലോ. 3 നമ്മുടെ ഉള്ളിൽ പതിയിരിക്കുന്ന, പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞ എന്നറിയാമോ? എല്ലാ അസൂയയും, എല്ലാ ചതിവും, എല്ലാ വ്യാജഭാവവും എല്ലാം നീക്കിക്കളയണം. ഇത് നീക്കിക്കളയുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നമ്മൾ വേണ്ട വിധത്തിൽ ഫലം കായ്ക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകലും ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇടപെടുന്ന ഒറ്റ സബ്ജക്റ്റ്, ആമേ പതിയിരിക്കുന്ന ചില ചെറുകുറുക്കന്മാർ നമ്മൾ പോലും അറിയാതെ നമ്മളെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ അതിനെ തുരത്തി ഓടിക്കുന്ന
ദൈവകൃപയാകട്ടെ. ഉപവാസ പ്രാർത്ഥന. നിങ്ങളുടെ കുറവുകൾ നിങ്ങൾക്കറിയാം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. നശിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കുക. നിങ്ങളുടെ ആത്മീയത നിങ്ങളാ കളയുന്നത്. സ്വോത്ര സഭയല്ല കളയുന്നത്. നിങ്ങളുടെ ആത്മീയത നിങ്ങളാണ് കളയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന കുറവ് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് സമയങ്ങൾ ദൈവം തരുമ്പോൾ അത് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ മറ്റു പലതിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടും. ഇല്ലെങ്കിൽ ഈ മുന്തിരിവള്ളി നശിച്ചു പോകും. ദൈവത്തിന് ഈ മുന്തിരിവള്ളിയെക്കുറിച്ച് വലിയ ഫലമുണ്ട്, അല്ലേ? നിങ്ങളായിട്ട് ആ മുന്തിരിവള്ളിയെ നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്തോത്രം. ഞാൻ പറയുന്നത് നമ്മുടെ ആത്മീയത പുറമേ നല്ല നശിപ്പിക്കപ്പെടുന്നത്, നമ്മുടെ ആത്മീയത നമ്മളായിട്ട് നശിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക. സഭായോഗങ്ങൾ, പ്രാർത്ഥനകൾ, ഉപവാസ പ്രാർത്ഥനകൾ, സഭയുടെ മീറ്റിങ്ങുകൾ, കോട്ടേജ് മീറ്റിങ്ങുകൾ, ഇതൊക്കെ നമ്മുടെ ആത്മീയ വർധനവിനുള്ളതാണ്. സ്തോത്രം. ലോകത്തിൻ്റെ ഇമ്പങ്ങൾ പലതും നമ്മളെ നശിപ്പിച്ച് കളയും. അത് തിരിച്ചറിയുക. സ്തോത്രം. മൂന്നാമത് ദൈവസഭയെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ ഏതാണെന്നറിയോ? ദുരുപദേശങ്ങളാണ്. ദുരുപദേശം, അല്ലേ? നുഴഞ്ഞു വരുന്ന ദുരുപദേശങ്ങൾ. ശത്രു വന്ന് കള വിതച്ചിട്ട് കടന്നു പോകും. സ്തോത്രം. നല്ല സഭയായിരിക്കും. ആ സഭയെ ദുരുപദേശങ്ങൾ കൊണ്ട്, പണ്ട് കാലത്ത് ഞാൻ ഈ ദുരുപദേശത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമായിരുന്നു. അതിൽ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് സഭ നേരിടുന്ന മെയിൻ വെല്ലുവിളി 1 ജ്ഞാനമതത്തിൻ്റെ സ്വാധീനമാണ്, 2 വശീകരണത്തിൻ്റെ ആത്മാവാണ്, 3 ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വാവ്, ശബത്ത്, അങ്ങനെ പല ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ പല ദിവസങ്ങൾ ജാതികൾക്ക് പ്രാധാന്യമുള്ളതായിരുന്നു, അല്ലേ? ഏതൊക്കെയായിരുന്നു? വിഷു വന്നു, ഈസ്റ്റർ വന്നു, പെസക വന്നു, അങ്ങനെ പല ദൈവമക്കൾ അറിയാതെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉൾപ്പെട്ടു വരിക. ഇതൊക്കെ സാത്താന്യ തന്ത്രങ്ങളാണ്. നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുമ്പോഴാണ് ചെറുകുറുക്കന്മാർ പുറത്തു പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലോകത്തെ നമ്മൾ ഇടകലർത്തരുത്. നമ്മൾ കെട്ടിയടച്ച തോട്ടമാണ്. ലോകത്തെ നമ്മൾ എന്ത് ചെയ്യരുത്? ഇടകലർത്തരുത്. അവിശ്വാസികൾക്ക് വിശ്വാസിയുമായിട്ട് എന്ത് ഓഹരി? ക്രിസ്തുവിനും ബലയാവിനും തമ്മിൽ എന്ത് പൊരുത്തം? അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നേ? എന്ത് പൊരുത്തം? നമുക്ക് എന്ത് കൂട്ടായ്മ? സ്തോത്രം. നമ്മുടെ കൂട്ടായ്മ ക്രിസ്തുവിനോടാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ ആത്മമണവാളനോട് ആണെന്ന് തിരിച്ചറിയുക. എപ്പോഴും നമ്മൾ വേർപെട്ടവരാണ്. നമ്മളെപ്പോഴും വിശുദ്ധിയുള്ളവരാണ്. ചെറുകുറുക്കന്മാരെ അനുവദിക്കരുത്. 4 ദൈവസഭ നേരിടുന്ന ചെറുകുറുക്കന്മാർ സാത്താനാണ്. സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ല. അറിയണം. അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണം. ഇതറിഞ്ഞെങ്കിലേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ചൊന്ന് ആത്മാവിൽ ആരാധിക്കുമ്പോൾ ചില ശക്തികൾ വഴിമാറാൻ പോകുക, ചില പോരാട്ടങ്ങൾ അഴിയാൻ പോകുക. ആത്മാവിലൊന്ന് ആരാധിച്ച് ചില പോരുകൾ അഴിയട്ടെ. ഉപവാസത്തിന്റെ 2ാമത്തെ സെക്ഷനിൽ യേശുവിന്റെ നാമത്തിൽ ചില കുറുക്കന്മാർ പുറത്തു പോകട്ടെ, വെല്ലുവിളികൾ പുറത്തു പോകട്ടെ, ചില ദുരുപദേശങ്ങൾ പുറത്തു പോകട്ടെ, ചില സാധാന്യ തന്ത്രങ്ങൾ പുറത്തു പോകട്ടെ, ചില ലോക ഇമ്പങ്ങൾ പുറത്തു പോകട്ടെ. ഇനി എന്ത് വേണമെന്നറിയാവോ? സഭ വളരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? ചെറുകുറുക്കന്മാരെ പുറത്താക്കി. ഇനി സഭ എങ്ങനെ വളരണം? അതിന് നമ്മൾ എന്തറിയണം? വായിച്ചേ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. 4-ാം അധ്യായം. വടതിക്കാറ്റേ ഉണരുക, തെന്നിക്കാറ്റേ വരിക, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. കണ്ടോ കണ്ടോ കണ്ടോ? പ്രിയൻ വന്ന് തോട്ടത്തിൽ വന്ന് വിശിഷ്ട ഫലം ഭുജിക്കണമെങ്കിൽ തെന്നിക്കാറ്റും വടതിക്കാറ്റും സഭയിൽ വീശണം. ഈ കാറ്റ് പരിശുദ്ധാത്മാവിന് നിഴലാണ്. ആത്മാവിന്റെ വീശൽ ഇവിടെ വെളിപ്പെട്ടാൽ അത് തെക്ക് നിന്നും വടക്ക് നിന്നും വെളിപ്പെട്ട, നോർത്ത് നിന്നും വെസ്റ്റ് നിന്നും വെളിപ്പെട്ടു വന്ന ആത്മാവിന്റെ ഒരു കാറ്റ് സഭയിൽ വീശിയ ഇവിടെ നിന്ന് സുഗന്ധം പുറത്തു വരും. സഭയ്ക്ക് ചലനമുണ്ടാകും. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് രാത്രി IPC ബദലിൽ ദൈവത്തിന്റെ കാറ്റ് വീശുന്നു. ആത്മാവിന്റെ പ്രവാഹം ഒഴുകട്ടെ. ശരിക്കും പരിശുദ്ധാത്മാവ് കാറ്റായിട്ടാണ് ഉപമിക്കുന്നത്. ആമേൻ. കൊടിയ കാറ്റടിക്കുന്നത് പോലെ
അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി, കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആത്മാവ് ഇറങ്ങി സഭയെന്ന് തോട്ടം. ഞാൻ പറഞ്ഞ ഒരാൾ മനസ്സിലാവുന്നുണ്ടോ? തോട്ടത്തിൽ പരിശുദ്ധാത്മാവ് വീശിയ അന്യഭാഷ വെളിപ്പെട്ടു വരും. മാനസാന്തരങ്ങൾ നടക്കും, സ്നാനങ്ങൾ നടക്കും, ദൈവപ്രവൃത്തി വെളിപ്പെട്ടു, സുഗന്ധം പൊങ്ങും. പ്രാർത്ഥനയാ കാണിക്കുന്നത്, പ്രാർത്ഥന ഉയർന്നു വരും. തോട്ടത്തിൽ മണവാളൻ ഇറങ്ങും, അതിന്റെ വിശിഷ്ട ഫലം അനുഭവിക്കും. എന്തോ അനുഗ്രഹങ്ങളാ ദൈവമക്കളെ. സ്തോത്രം. ആത്മാവിന്റെ പ്രവാഹ സഭയിൽ ഒഴുകണ്ടേ, ആത്മാവിന്റെ കാറ്റ് വീശണ്ടേ. പണ്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോ ദൈവം പറഞ്ഞെന്നറിയാമോ? ഒരു കാറ്റടിച്ചു, കാറ്റ് വീശി അസ്ഥിയോട് ചേർന്നു, മാംസം വന്ന് പിടിച്ചു, വലിയ സൈന്യമായി എഴുന്നേറ്റു. അത് ഇസ്രയേൽ സഭയാണ്. ഒരു കാറ്റടിച്ചപ്പം ഇസ്രയേൽ സഭ എഴുന്നേറ്റെങ്കിൽ ഇതാ പിന്മഴയുടെ കാലത്ത് മുൻമഴ അയച്ചു തരുന്ന കർത്താവ് ഇന്ന് രാത്രി ഒരു കാറ്റ് വീശുന്നുണ്ട്. സഭയാകുന്ന തോട്ടത്തിൽ വെളിപ്പെടുന്ന കാറ്റ്. ഹല്ലേലൂയ.